അപ്പോൾ പേടിക്കാൻ ഇപ്പം ആരുമില്ല, ആകെ ദൈവം മാത്രമേ ഉള്ളൂ. അപ്പോൾ പേടിയൊന്നുമില്ല, ഒന്നും ഉപദ്രവിക്കൊന്നുമില്ല. എന്നാലും ഇന്ന് പള്ളിയിൽ പോകാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ സലിയപ്പൻ്റെ ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഓടിയെത്തിയതാണ്. അത് മിസ് ചെയ്യരുത്. ഈ തമിഴിൽ നിന്ന് വരുന്ന കോള് പോലെയാണത്. എനിക്ക് രജനീകാന്താണ്. മനസ്സിലായി മനസ്സിലായി. മനസ്സിലായില്ലേ? അത്ര നേരം ഇരിക്കുന്ന അത്ര നേരം എനിക്ക് എനർജി കിട്ടും. അല്ല, അതുകൊണ്ട് തന്നെ ടിൻചേട്ടൻ ഇരിക്കുമ്പോൾ നമ്മുടെ ചന്തു ഇവിടെ ലൈനിലുണ്ട്. അപ്പോൾ ഒന്ന് ചന്തു, ഹലോ ഹലോ ചന്തു, ദേ ഞങ്ങൾ ഷോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് സലീമേട്ടനുമായിട്ട്. ടിനിച്ചേട്ടനുണ്ട്. അല്ല, ഞാനിപ്പോൾ പറഞ്ഞേ ചന്തു, ഈ സലിയപ്പൻ്റെ ഇമോജിയാണ് എല്ലാ ദിവസവും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദാസേട്ടൻ്റെ പാട്ടും സലിയപ്പൻ്റെ ഇമോജിയാണ് ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നത്. 2-3 ദിവസമായിട്ട് ഇപ്പം ചന്തുവിനെ കണ്ടുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ഏറ്റെടുത്തിട്ടുണ്ട്. അല്ല, തീർച്ചയായിട്ടും ചന്തു, കൺഗ്രാചുലേഷൻസ് മഞ്ഞുമൽ ബോയ്സിന്. ആ, ദേ സലീമേട്ടനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും. അതല്ലേ പറഞ്ഞ 4:30. അപ്പം ഭയങ്കര ദേഷ്യക്കാരനാണോ പാവമാണോ വീട്ടില്? പാവമാണ്. വഴക്കുവല്ലം പറയാറുണ്ടോ ചന്തുവേ? ഒരു വഴക്കുമില്ല. വർത്താനം പോലും പറയാറില്ലെന്ന് പറഞ്ഞു. ഒരു പ്രശ്നമില്ല, നല്ല അപ്പനാണ് നമ്മുടെ. അല്ല, നല്ലതെന്ന് പറഞ്ഞില്ലെങ്കിൽ വീട്ടില് ഗോതമ്പുണ്ടിരും ആണ്. ദേ ഇവിടെ സലീമേട്ടൻ മഞ്ഞുമൽ കണ്ടിട്ടില്ല പറയുന്നു, നാളെ കാണാനിരിക്കാന്നൊക്കെ പറയുന്നു കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആണ് സലീമേട്ടൻ. പുറത്ത് കാണിക്കുന്നതേ ഉള്ളൂ, എല്ലാം ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്ക. നമ്മളോട് പറയും, അച്ഛൻ ഇന്നലെ ഞങ്ങളോട് പറഞ്ഞാണ്, ഞങ്ങളെല്ലാരും മഞ്ഞുമൽ ടീം ഇന്നലെ വീട്ടിൽ വന്നായിരുന്നു. പറഞ്ഞു നമ്മളോട് പറഞ്ഞു കാണാനായിട്ട് ഇതായിട്ടിരിക്കുകയാണ്, എന്തായാലും കാണണം, അടുത്ത ദിവസം തന്നെ കാണുമെന്ന് പറഞ്ഞിട്ട്. ആണ് ചന്തുവിനപ്പോ ഇന്ന് ഇത് കഴിഞ്ഞിട്ട് വേണം അച്ഛന്റെ ടിപ്സ് ഒക്കെ കേൾക്കാനായിട്ട്. കറക്റ്റ് ആയിട്ട് പറയും. അതെ അതെ. ക്രിട്ടിക്കാണോ ചന്തുവേ ഓരോ സിനിമ കഴിഞ്ഞിട്ടും? അച്ഛനോ? ആ, അല്ല, അച്ഛനെ ഈ പടമല്ലേ കണ്ടിട്ടുള്ളൂ, ഈ കഥ കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടുണ്ട് ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട്. ചന്തു പക്ഷെ ഒരു ഉപകാരം ചെയ്തിട്ടോ, വേറൊരാൾ കൂടി ചാൻസ് കൊടുത്തിട്ടുണ്ട് അതാർക്കാ? സോഷ്യൽ മീഡിയയിൽ. അമ്മയ്ക്ക്. ചന്തുവിനോടൊപ്പം അമ്മയും സിനിമ കാണാൻ വന്നപ്പോൾ അങ്ങനെയാണ്. അല്ല, അമ്മയും സുരിത ചേച്ചിക്കും റോള് കൊടുത്തു എന്ന് പറയായിരുന്നു. ചന്തുവിനൊപ്പം അമ്മ കൂടി വേദിയിലെത്തിയപ്പോ, തിയേറ്ററിലെത്തിയപ്പോൾ എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട്. പക്ഷെ ചന്തുവിന് സലീമേട്ടന്റെ ഭയങ്കര ചായ. അത് പിന്നെ മോനല്ലേ. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയില്ലേ മീരയുടെ അങ്ങനെ ചായ എന്ന് പറയാറില്ലേ? അങ്ങനെയല്ലല്ലോ, അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. എന്തോ ഒരു അപകടം പോലെയൊക്കെയാണ് മീര പറഞ്ഞത്. അതല്ല, ഇപ്പൊ ചിലപ്പോ നമ്മള് മക്കളാണെങ്കിൽ അച്ഛനും അമ്മയുടെ ചായ നമുക്ക് അപ്പച്ചിമാരുടെയോ അമ്മാവന്മാരുടെ ടെസ്റ്റ് ശിശുവിനൊക്കെ അല്ലേ അങ്ങനെ. ഇത് ഡിറ്റോ സലീമേട്ടന്റെ ഫോട്ടോ കോപ്പി എടുത്തു വെച്ചോല്ലേ ചന്തു ഇരിക്കുന്നേ. സൈഡൊക്കെ തിരിഞ്ഞ സലീമേട്ടൻ തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. അതൊരു കോംപ്ലിമെന്റ് ആയിട്ടല്ലേ പറയുന്നത്? അതെ. ഇതെന്തോ ഒരു വേറെന്തോ പറയുന്ന പോലെ ഒന്നുമില്ല, ഞാൻ കോംപ്ലിമെന്റ് ആയിട്ട് പറഞ്ഞതാ. അല്ല ചന്തു, എന്തായാലും സൂപ്പർ കൺഗ്രാചുലേഷൻസ്. കാരണം ഇപ്പൊ മലയാളത്തിൽ നമ്പർ 1 പൊസിഷനിലെ തിയേറ്റേഴ്സിൽ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ്. അപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് കോള് വരുന്നുണ്ടെന്ന് കേട്ടോ സലീമേട്ടാ. തമിഴ്നാട്ടിലും പടം ഹിറ്റാണ്, 100ഓളം തിയേറ്ററുകളിൽ തമിഴ്നാട്ടിലും കൂടി ഫോർ ഷ്യൂർ. അപ്പൊ എന്താണേലും സലീമേട്ടന്റെ ഇനി നാളെ കണ്ടിട്ട് വേണം ആ ഇത് കേൾക്കാനായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. കിട്ടിയ ഗ്യാപ്പിന് പ്രൊമോഷൻ അടിക്കണം. അല്ല, കിട്ടിയ ഗ്യാപ്പിൽ ചന്തു പ്രൊമോഷൻ അടിക്കുകയാണെന്ന് സലീമേട്ടൻ. പ്രൊമോഷനാണ്. ഒന്ന് മഞ്ഞുമൽ ബോയ്സും, 2 കൊടൈക്കനാലിലും ആള് കൂടും. പ്രൊമോട്ട് ആവുമെന്നാണ്. എന്താന്ന് ചന്തു നമുക്ക് ചാനലിൽ പറയാൻ കിട്ടിയ അവസരമാണല്ലോ, അപ്പൊ പറയണമല്ലോ. ആത്മാർത്ഥമല്ല. ഓ സൂപ്പർ ചന്തു, ശരിക്കും ഈ ഷോയിന് വരേണ്ടതായിരുന്നു. ചന്തുവിന്റെ തിരക്ക് കൊണ്ടാണ് ഇന്ന് വരാതിരുന്നത്. അച്ഛന്റെ പരിപാടിക്ക് തിരക്കൊണ്ട് വരാണ്ടിരുന്നു പറഞ്ഞിന്ന് വീട്ടിൽ. അല്ല, എന്തിനാ തല്ല് ഒന്നുമില്ല, നല്ല അപ്പനാന്ന് പറഞ്ഞു. വേറെ ഒരു കാര്യത്തിന് വഴക്കുണ്ടാക്കുക ഒന്നുമില്ല, ബഹളം വെക്കുക, വളരെ സൈലന്റ് പാവം അപ്പൻ. അവരാരും വീട്ടിലേക്ക് വരാറില്ല. ഇവരെ ഇല്ലന്റെ അടുത്ത് ക്ഷണിച്ചൊക്കെയാണ് ഞാൻ വീട്ടിലേക്ക് വരുത്തിക്കണത്. പിന്നെ എവിടെ തല്ലി പിടിക്കാൻ സമയം? അല്ല അച്ഛൻ, കാരണം എന്താ പറഞ്ഞ, ചന്തു എന്നുള്ള പേരിട്ടപ്പം ചതിക്കില്ല എന്നാണ് അന്ന് സലീമേട്ടൻ പറഞ്ഞത്. ചതിക്കാത്ത ചന്തുവാണ്. ആ ഓർമ്മയിലാണ് ശരിക്കും മമ്മൂക്കയാണ് ആ പേരിന് കോൺഫിഡൻസ് നൽകിയെന്ന് അന്ന് സലീമേട്ടൻ പറഞ്ഞായിരുന്നു. അപ്പം അതിപ്പോ എങ്ങനെ ഞാനും പറഞ്ഞായിരുന്നു, ഈ അടുത്തൊരു ഇന്റർവ്യൂല് പറഞ്ഞായിരുന്നത്. ലൊക്കേഷനിൽ പോയപ്പോ ചന്തുവാ പറഞ്ഞത്, തൊമ്മനിമക്കലിലെ ലൊക്കേഷനിൽ വെച്ചിട്ട്. അതാണ്. അപ്പൊ എന്തായാലും പേര് പോലെ തന്നെ ഇനി പ്രശസ്തി ആയിക്കൊണ്ടിരിക്കുന്നു ചന്തു. മലയാള സിനിമയുടെ നെക്സ്റ്റ് ചന്തു എന്നുള്ള പേര് ജനിക്കണേക്ക് മുമ്പേട്ട പേരാണ്.
അപ്പൊ പെൺകുട്ടിയായിരുന്നെങ്കിലോ? ആ, ചന്തി അല്ല, അല്ല ചന്തു, എല്ലാ കാര്യമുണ്ട്. അല്ല ഞാൻ ചോദിക്കുന്ന അങ്ങനെയല്ല, നിങ്ങൾ ഇത് തെറ്റിദ്ധരിക്കുന്നു. പെൺകുട്ടിയാണെങ്കിൽ എന്റെ വൈഫിനോട് ഞാൻ പറഞ്ഞിരുന്നു, ആ, ആൺകുട്ടിയാണെങ്കിൽ ചന്തുന്നും പെൺകുട്ടിയാണെങ്കിൽ ആർച്ചയെന്ന് വിടാന്നുള്ളത്. ആർഷ, ആർച്ച. ആർഷയല്ല, ആർച്ച. സോറി ആർച്ച. എന്താ ഏട്ടാ വടക്കം പാട്ടുമായിട്ട് ഇത്ര ബന്ധം? ഒന്നുമില്ല, ഏതെങ്കിലും ഒരു പാട്ടുമായിട്ട് ബന്ധപ്പെടുത്താന്ന് വെച്ച്. എന്താണേലും ഭയങ്കര രസമായി. ചന്തു, താങ്ക് യു സോ മച്ച്. അപ്പോൾ മഞ്ഞുമൽ ബോയ്സിന്റെ അടുത്ത 50ാം ദിവസത്തെ സെലിബ്രേഷനിലായിട്ട് സലിമേണ്ണായിട്ട് നമുക്ക് കാണാം. 100 കൊണ്ടോ? ആ, അതാണ് സ്പിരിറ്റ്. താങ്ക് യു സോ മച്ച് ചന്തു. താങ്ക് യു. സോഷ്യൽ മീഡിയ കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ് ചന്തു. അത് അവന് അതിലൊക്കെ ഭയങ്കര ഇതുള്ള ആളാണ്. ആണ് ഭയങ്കരമായിട്ട് അവൻ എഴുതുകയും ചെയ്യും അത്യാവശ്യം. ആണ്. ടിൻചേട്ടാ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. കാരണം സലീമേട്ടനാന്ന് പറഞ്ഞപ്പോ ഓടി വന്ന ഒരാളാണ്. നമുക്കറിയാം ഓടി വരാൻ ഇവരൊക്കെ എല്ലാം ഉള്ളു എനിക്ക്. അല്ലല്ല, ഓടി വരണ്ടേ, അത് നമ്മുടെ ഒരു ഇതാണ്, പ്രിവിലേജ്. അല്ല, നമ്മള് ഒരുപാട് സ്നേഹങ്ങൾ കൊടുത്ത് തളിച്ചിട്ടേക്കാണ്. അപ്പൊ നമുക്ക് അതൊരു ആവശ്യം പറഞ്ഞിട്ട്, ഇപ്പൊ എന്റെ ഒരു ആവശ്യം പറഞ്ഞിട്ട് വിളിച്ചാലും നമ്മൾ ഓടിയെത്തും, അതിൽ യാതൊരു സംശയമില്ല. ഇത് ഞാൻ സലീമനാണ് ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് വരില്ല ഒരാളെയും. വീട്ടിൽ എന്നെ പോലെ ആൾക്കാരായാലും പിഷാരുടെ ആയാലും അവർക്ക് വേണ്ട പ്രോത്സാഹനമല്ല, എന്നെ കൊണ്ടായ പ്രോത്സാഹനം. അല്ല, നമ്മളൊക്കെ വളർന്നു വന്നിരിക്കുന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പഠിച്ചേക്കണത് ഒരു ഗുരുസ്ഥാനീയനായിട്ട് കാണുന്ന ഒരു വ്യക്തി തന്നെയാണ്. എങ്ങനെയാണ് ഹ്യൂമർ ചെയ്യേണ്ടത്, വെറുതെ തെന്നി വീണുകൊണ്ട് കാര്യമില്ല എന്നുള്ളതും ചിന്തിക്കാനും കാരണക്കാരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ്. കാരണം ഒരുപാട് സ്റ്റേജസിൽ നമ്മൾ പ്രോഗ്രാമിന് പോയിട്ടുണ്ട്. പിന്നെ പച്ചയായിട്ടുള്ളൊരു മനുഷ്യൻ, പറയാണ്ട് പോയ കാര്യങ്ങളാണ് പറഞ്ഞത്. കാരണം മമ്മൂക്കയുടെ ഒക്കെ മുമ്പിൽ ഇരുന്നിട്ട് പട്ടാളം എന്ന് പറഞ്ഞ സിനിമ നടക്കുമ്പോൾ ഞാനിങ്ങനെ നിൽക്കുകയാണ്, മമ്മൂക്കയും സലിയപ്പനും കൂടി ഇങ്ങനെ എന്തും തുറന്നു പറയും. ഞാൻ ചോദിച്ചു, ഈ സലിയപ്പ ഇങ്ങനെയൊക്കെ പറയാമോ, നിനക്കല്ലേ സിനിമാ സ്വപ്നങ്ങളൊക്കെ ഉള്ളത്, എനിക്ക് അങ്ങനെ വലിയ സ്വപ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അത്രക്ക് ഫ്രീഡം എടുക്കുന്നു. അങ്ങനെ ഫ്രീഡം ഉള്ള 1-2 പേരിൽ ഒന്ന് ഇന്നസെന്റ് ഏട്ടനാണ്. എന്തും പറയാനുള്ളൊരു സ്വാതന്ത്ര്യ ലൈസൻസ്, അതുപോലെ തന്നെ സലിയപ്പനുണ്ട്, അത് ആ ഒരു ലൈസൻസ് ഉണ്ട്. ആണ്. മമ്മൂക്കയാണെങ്കിലും ലാൽ സാർ ആണെങ്കിലും അത് ആ ഒരു സ്പിരിറ്റിൽ എടുക്കുള്ളൂ. ആണ്. ഇത് കണ്ടിട്ട് വേറെ വല്ലവരും അങ്ങനെ പോയി പറഞ്ഞ ഫീൽഡ് ഔട്ടായി പോകും. ആണ്. അവര് ചെയ്യുന്നതല്ല, ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. സലിയപ്പന അല്ല, ആത്മാർത്ഥമായിട്ടാണ് അങ്ങനെ പറയുന്നതെങ്കിൽ ആർക്കായാലും ഇഷ്ടപ്പെടും. ആത്മാർത്ഥം വേണം. എന്റെ ലാഭത്തിന് വേണ്ടി അതാണ്. അങ്ങനെ കാണരുത്. ആത്മാർത്ഥതയോട് അങ്ങനെ ഇപ്പൊ മീരടുത്ത് ഞാൻ പറയുന്നത്, മീരയുടെ നന്മക്കും മറ്റുള്ളവരുടെ നന്മക്കും വേണ്ടി മീരടുത്ത് അങ്ങനെ പറയണമെങ്കിൽ മീരക്ക് അത് ഇഷ്ടപ്പെടും. അല്ല, എന്റെ നന്മക്ക് വേണ്ടിയാണ് മീരിനോട് അത് പറയണമെങ്കിൽ അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഈ ചെടിയുടെ കാര്യത്തിൽ എൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞു, ബാക്കി എല്ലാവരും ഗംഭീരമായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്, ഭയങ്കര പ്രോത്സാഹനം. അപ്പൊ എനിക്ക് തന്നതൊരു സൂചനയാണ്.